സുധാകരനുമുണ്ട് ചില ലക്ഷ്യങ്ങൾ. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ച കെ സുധാകരൻ വളരെ പെട്ടെന്നാണ് മലക്കം മറിഞ്ഞ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചത്. കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഈ നീക്കങ്ങൾ. കെ.സി. വേണുഗോപാൽ നയിക്കണമെന്ന തുറന്നു പറച്ചിലിന് പിന്നിൽ വി.ഡി. സതീശനെ ഒതുക്കലാണെന്നാണ് വിവരം. അതേസമയം നിയമസഭയിൽ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ സംസ്ഥാന നേതൃത്വത്തോട് പിണങ്ങി നിൽക്കുന്ന സുധാകരനെ ഒപ്പം നിർത്താനുള്ള ശ്രമമാണ് കെ.സി. വേണുഗോപാലിൻ്റേത്. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായ സംസ്ഥാനത്തുണ്ടാകുക 2 ഉപതെരഞ്ഞെടുപ്പായിരിക്കും, നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും. അനാവശ്യമായി ഉപതെരഞ്ഞെടുപ്പ് വരുത്തിവെക്കരുതെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചാണ് എം.പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന പൊതു തീരുമാനം ഹൈക്കമാൻഡ് കഴിഞ്ഞ മാസം എടുത്തത്. അതുവഴി കണ്ണൂർ സീറ്റിൽ കണ്ണുവെച്ച കെ സുധാകരനെ ഒതുക്കുകയും ചെയ്തു. കെ.സി. വേണുഗോപാലിന് വേണ്ടി ഈ നിലപാടിൽ വെള്ളം ചേർത്താൽ ആദ്യം ചോദ്യം ചെയ്യുന്നത് കെ സുധാകരൻ തന്നെയായിരിക്കും. അത് ഒഴിവാക്കാനാണ് സുധാകരനെ ചേർത്ത് പിടിച്ചും ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിപ്പിച്ചും കെ.സി. ടീം വഴി തെളിയിച്ചതെന്നാണ് വിലയിരുത്തൽ. ഈ കുഴിയിലാണ് കെ സുധാകരൻ വീണതെങ്കിലും സുധാകരനുമുണ്ട് മറ്റു ചില ലക്ഷ്യങ്ങൾ. കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനത്തുനിന്നും പുറത്തു പോകേണ്ടി വന്നതും അധ്യക്ഷനായിരിക്കെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതും മറുപക്ഷത്ത് വി.ഡി. സതീശൻ ഉള്ളതുകൊണ്ടായിരുന്നുവെന്നാണ് കെ സുധാകരൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇരുവർക്കുമിടയിലെ വിയോജിപ്പുകൾ പലകുറി പുറത്തു വന്നതുമാണ്. ഈ ഘട്ടത്തിലെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ഒപ്പം നിന്ന് രമേശ് ചെന്നിത്തലയെ അവസരത്തിനൊത്ത് സഹായിക്കുകയാണ് രമേശ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന പ്രസ്താവനയിലൂടെ നേരത്തെ ചെയ്തതും.